ഞങ്ങളൊക്കെ കുട്ടികളാകുന്ന കാലത്ത് 10-30 കൊല്ലം മുമ്പ് SSLC ഫലമൊക്കെ വരുമ്പോൾ ഈ നാടിനാകെ നിരാശയാണ്. ആകെ മലപ്പുറം ജില്ലയിലെ വിജയം തന്നെ 15% താഴെയാകും. നിങ്ങളുടെ രക്ഷിതാക്കൾ അവർ നിങ്ങളുടെ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്നത്തെ വിജയ ശതമാനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. 2%, 3% ഒക്കെ ആയിരുന്നു നമ്മുടെ ഈ പരിസരത്ത് പല സ്കൂളുകളിലും SSLC റിസൾട്ട്. ഞാൻ പഠിച്ചത് ഇവിടെ പറവണ്ണ സ്കൂളിലാണ്. 500 കുട്ടികൾ പരീക്ഷ എഴുതി. ഞാൻ ഉൾപ്പെടെ 11 പേരാണ് അന്ന് ജയിച്ചത്. അന്ന് ജയിച്ച ആൾക്കാർക്കൊക്കെ വലിയ മാർക്കറ്റാണ്, മീൻസ് വലിയ അംഗീകാരമാണ്. SSLC ജയിച്ച കുട്ടിയാണ് പോണതെന്ന് പറയും നാട്ടിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ. കാരണം 500 കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് 11 ആളല്ലേ ജയിച്ചത്. 500 കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് 11 ആൾ ജയിച്ചാൽ എത്ര ശതമാനമായി? ഫുൾ A+ ആണ്. എത്ര ശതമാനമായി? 2%, 2 point something. അപ്പോൾ അതായിരുന്നു അന്നത്. പറവണ്ണ സ്കൂളിൻ്റെ മാത്രം അവസ്ഥയല്ല. അന്ന് വേറെ ഒരു സംഗതി കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഈ ഇൻസ്റ്റഗ്രാമും ഒന്നും അങ്ങനെ ത്രസിപ്പിക്കുന്ന ഇന്നത്തെ രൂപത്തിലുള്ള വാർത്താ വിതരണ സംവിധാനങ്ങളില്ല. അന്ന് ആകെ പത്രമാധ്യമങ്ങളാണ്. അന്ന് ഒരു കുട്ടി പോലും പാസ്സാകാത്ത ചില സ്കൂളുകളുണ്ടാവും. അതിൽ അന്നത്തെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മനോരമയുടെ 3-ാമത്തെ പേജിൽ, ജില്ലാ പേജിലൊരു വാർത്തയുണ്ടാവും. ഇവർ സംപൂജ്യർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അവിടെ പോയി പൂജിക്കണമെന്നല്ല, അത് കളിയാക്കി പറയാണ്. ഇവർ 0% ഞാൻ ഓർത്തിരിക്കുന്ന ആ കൂട്ടത്തിൽപ്പെട്ട 2 സ്കൂളുകൾ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, താനൂർ മണ്ഡലത്തിൽപ്പെട്ടതാണ്. ഒന്ന് ചെറിയമുണ്ടം ഹൈസ്കൂളായിരുന്നു, 2 താനൂർ ഫിഷറീസ് സ്കൂളായിരുന്നു, 3 കൂട്ടായി സ്കൂളായിരുന്നു. കൂട്ടായി പിന്നെ നമ്മുടെ മണ്ഡലത്തിലല്ല. എന്നാൽ പറവണ്ണ സ്കൂൾ താരതമ്യേന മെച്ചാണ്, 2% ഉണ്ട്. പക്ഷേ കാലം കടന്നു പോയപ്പോൾ ചെറിയമുണ്ടം സ്കൂൾ 100% വിജയത്തിലെത്തി. താനൂർ ഫിഷറീസ് സ്കൂൾ 100% കടന്നു പലപ്പോഴും. അപ്പം അത് ഒരു സുപ്രഭാതത്തിൽ വെറുതെയാണ് സംഭവിച്ചതല്ല. ഇവിടെ ഇരിക്കുന്ന ഈ ജനപ്രതിനിധികൾ, നമ്മുടെ നേതാക്കന്മാർ, അവരുടെയൊക്കെ അശ്രാന്ത പരിശ്രമം, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നമ്മുടെ MLA മാർ, നമ്മുടെ MP മാർ, ഭരണ പങ്കാളിത്തം കിട്ടുമ്പോൾ ആ പങ്കാളിത്തം കൊണ്ടുണ്ടാകുന്ന ചില പിന്തുണകൾ, ഇതെല്ലാം കൂടി ആയപ്പോഴാണ് രക്ഷിതാക്കളും. അപ്പോൾ അന്ന് നമ്മുടെ രക്ഷിതാക്കൾ പാവം, അവർക്ക് നമ്മളെ വിദ്യാഭ്യാസപരമായി സഹായിക്കാനൊന്നും കഴിയില്ല. പഠിക്കാൻ സ്കൂളിൽ ചേർക്കാനും പഠിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ. പക്ഷേ നമുക്കൊരു സംശയം പറഞ്ഞു തരാൻ, നമ്മുടെ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊന്നും കഴിയുമായിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മളാണ് രക്ഷിതാക്കൾ. അപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യങ്ങൾ കുറേ ശ്രദ്ധിക്കാനും തുടങ്ങി. നമ്മുടെ മക്കളോ നമ്മളെക്കാൾ മിടുക്കന്മാരാണ്, നല്ല നല്ല കാലിബറുള്ളവരാണ് നിങ്ങൾ. അല്ലാതെ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടൂല. ഫുൾ A+ കിട്ടണമെന്ന് പറഞ്ഞാൽ 10 ഗഹനമായ സബ്ജക്റ്റുകളിൽ ഒരു വരി പോലും വിടാതെ പഠിച്ചാലേ ഒരു സബ്ജക്റ്റിൽ ഫുൾ A+ കിട്ടൂ. അങ്ങനെ 10 സബ്ജക്റ്റിൽ A+ കിട്ടിയെങ്കിൽ നിങ്ങൾ വലിയ പ്രതിഭകളാണ്. ആദ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത് നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ 10 വിഷയങ്ങളിലും A+ നേടിയത്. അതും ഈ വർഷത്തെ A+ന് കുറച്ചുകൂടി മധുരം കൂടുതലാണ്. എന്താ കാരണം? കഴിഞ്ഞ വർഷം നമ്മുടെ സംസ്ഥാനത്തെ ഫുൾ A+ 60,000 ചില്ലാനമാണ്. ഇത്തവണയോ A+ നേർ പകുതിയായി ചുരുങ്ങി, 30,000 ഉള്ളൂ. അപ്പോൾ A+ പകുതിയായി ചുരുങ്ങിയിട്ടും നിങ്ങൾ A+ൻ്റെ ഗണത്തിൽ നിന്ന് പുറത്തു പോയില്ല എന്നുള്ളത് നിങ്ങളുടെ പ്രാഗൽഭ്യമാണ് തെളിയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്രാവശ്യത്തെ നിങ്ങളുടെ വിജയത്തിന് ഇരട്ടി മധുരമുണ്ട്. അപ്പോൾ അതൊക്കെ സ്വയം ഉൾക്കൊള്ളുക. എന്നിട്ടോ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഹയർ സെക്കൻഡറി ആണ്,
10ാം ക്ലാസ്സിലും ഇപ്പോൾ ഇവിടെ +2 ഫുൾ A+കാരുണ്ടാവും. SSLCക്കും +2വിനും ഫുൾ A+ കിട്ടിയ ആളുകളൊന്ന് കൈപൊക്കിയേ. SSLCക്കും A+ കിട്ടി, ഫുൾ A+. അതവിടെ ചില കൈകൾ കാണുന്നുണ്ട്. +2വിനും അത് ആവർത്തിച്ചു. അത് കുറച്ച് പേരുള്ളല്ലോ. +2വിന് ഫുൾ A+ കിട്ടിയൊരു മൊത്തം ഒന്ന് കൈബന്ധിച്ചേ. കാണുന്നില്ല അല്ലേ? ഏതായിരുന്നാലും രണ്ടിലും നേടിയത് വലിയ നേട്ടമാണ്. ഇനി SSLCക്ക് A+ ഇല്ലാതെ +2വിന് മാത്രം A+ കിട്ടിയവരും ഈ കൂട്ടത്തിലുണ്ടാകും. അതും നമുക്ക് മറ്റൊരു മാതൃകയാണ്. SSLCക്ക് A+ ഇല്ലാന്ന് കരുതി ആകെ നിരാശയിലേക്ക് പോയില്ല. വീണ്ടും വീണ്ടും ഉത്സാഹിച്ച് പഠിച്ചപ്പോൾ +2വിന് അവൾ അല്ലെങ്കിൽ അവളാന്ന് തോന്നുന്നില്ല എവിടെ കൈവക്കിയത്. SSLCക്ക് A+ ഇല്ലാതെ +2വിന് A+ കിട്ടിയത്. എന്നാൽ ഞാൻ അവൾ എന്ന് തന്നെ പറയട്ടെ, അവൾ നേടി എന്നുള്ളതാണ് അതിൻ്റെ മഹത്വം. അപ്പോൾ സ്ഥിരോത്സാഹികളാവണം. അങ്ങനെ ഉത്സാഹത്തോടു കൂടി പഠിച്ച് നിങ്ങളുടെ ഒരു മേഖല തിരഞ്ഞെടുത്ത് ആ മേഖലയിലേക്ക് യാത്ര ചെയ്യണം. ഞാൻ എന്നിടത്ത് എത്തിച്ചേരണമെന്ന് നിങ്ങൾ തീർച്ചപ്പെടുത്തിയിട്ട് പിന്നെ 10ാം ക്ലാസ്സിന് ശേഷം വിദ്യാഭ്യാസം കൈവഴികളായി തിരിഞ്ഞു പോവാണ്. അവിടെ എത്താൻ നിങ്ങൾക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കാണേണ്ടത്, നിങ്ങളൊക്കെ നല്ല കഴിവുള്ള മക്കളാണ്. നന്നായി ഇനിയും പഠിക്കുക. അങ്ങനെ ഉയരങ്ങൾ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. NMMS കിട്ടിയ കുട്ടികൾ ഇവിടെ ഉണ്ടാകും. ആ സ്കോളർഷിപ്പ് പരീക്ഷയൊക്കെ പാസ്സാകണമെങ്കിൽ നല്ല അധ്വാനമുണ്ട്. അത് മാത്രമല്ല, ആ സ്കോളർഷിപ്പ് പരീക്ഷ ജയിച്ച കുട്ടി, അവൻ അല്ലെങ്കിൽ അവൾ ഈ പ്രായത്തിൽ തന്നെ സ്വാശ്രയത്വത്തിലെത്തി. എന്താ കാരണം? വർഷത്തിൽ 12,000 രൂപ അവൻ്റെ അക്കൗണ്ടിലേക്ക് വരും, അല്ലെങ്കിൽ അവളുടെ അക്കൗണ്ടിലേക്ക് വരും. അങ്ങനെ 4 കൊല്ലം വരും. 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് NMMS പരീക്ഷ എഴുതുക. 9, 10, 11, 12 ക്ലാസ്സുകളിൽ അക്കൗണ്ടിലേക്ക് 12,000 രൂപ വരും. അപ്പോൾ അങ്ങനെ 12,000 രൂപ വീതം വന്നാൽ അവൻ്റെ ചെലവുകൾ അവന് സ്വയം വഹിക്കാൻ കഴിയും, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ചെലവ് സ്വയം വഹിക്കാൻ കഴിയും. നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ മോട്ടിവേഷൻ നൽകാൻ പ്രഗത്ഭമതികളായ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രശാന്ത് IAS ആണ് ഇപ്പോൾ ഈ വേദിയിലേക്ക് കടന്നു വന്നത്. അപ്പോൾ നവാസ് ഇത് നല്ല രീതിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. ഒരു യഥാർത്ഥ വിദ്യാഭ്യാസ സമ്മേളനം തന്നെ, ഒരു എഡ്യൂ കോൺഫറൻസ് തന്നെയാണ് താനൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മുടെ പുതിയ MLA സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് ഞാൻ നവാസിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഒരു നല്ല തുടക്കമാണ്. അങ്ങനെ ഈ മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള സർവതല സ്പർശിയായ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് അതിനൊക്കെ നേതൃത്വം നൽകുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത്. അതിലേറ്റവും മഹത്വമേറിയ ഒരു പ്രവർത്തനമാണ് വിദ്യാഭ്യാസ രംഗത്തുള്ള ഇടപെടലുകൾ. കാരണം നമ്മളൊരു റോഡുണ്ടാക്കിയാൽ ഈ ജാതി മഴ പെയ്യുകയാണെങ്കിൽ 2 കൊല്ലം 3 കൊല്ലം കൊണ്ട് ആ റോഡ് പോകും എന്ന് കരുതി റോഡ് ഉണ്ടാക്കാതിരിക്കാൻ കഴിയില്ല. റോഡ് വേണം. ഒരു കെട്ടിടം ഉണ്ടാക്കിയാൽ 30, 40 കൊല്ലം നിൽക്കും. എന്നാൽ വിദ്യാഭ്യാസ രംഗത്തുള്ള ഒരു പരിശ്രമം, നമ്മളുടെ മുൻ പ്രസിഡന്റ്, അധ്യാപകനായ പ്രസിഡന്റ് C. രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ, രാജ്യത്ത് നടത്തുന്ന നിക്ഷേപങ്ങളിലെ ഏറ്റവും നല്ല നിക്ഷേപം, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പണമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന പരിശ്രമങ്ങൾ, നമ്മൾ ചെലവഴിക്കുന്ന പണം തലമുറകളിലേക്ക് കടന്നു പരന്നൊഴുകും. തലമുറകളിലാണ് അതിൻ്റെ ഗുണം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ MLAയുടെ പരിശ്രമം തുടക്കത്തിലേ നമ്മൾ കണ്ടു വിദ്യാഭ്യാസ രംഗത്ത്. ഇനി പശ്ചാത്തല സൗകര്യവും മറ്റ് സംഗതികളും ആരോഗ്യ മേഖലയൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കൂടുതൽ ആളുകൾ നിങ്ങളോട് സംസാരിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ നിങ്ങളെ അഭിസംബോധന ചെയ്യും. നിങ്ങൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ കൂടിയ മുഴുവൻ കുട്ടികളോടും ഒന്നേ പറയാനുള്ളൂ,
നിങ്ങൾ നല്ല പ്രതിഭകളാണെന്ന് നിങ്ങൾ തെളിയിച്ചു. വിദ്യാഭ്യാസം കൊണ്ട് ഭൗതികമായ ഔന്നിത്യം നമ്മൾ നേടുന്നതോടൊപ്പം തന്നെ നമ്മൾ ധാർമ്മികമായും നമ്മുടെ നിലവാരം മെച്ചപ്പെടണം. നമ്മൾ കൂടുതൽ സംസ്കാരമുള്ളവരാവണം. വിദ്യാഭ്യാസം കൊണ്ട് സംഭവിക്കേണ്ടത് അതാണ്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസമുള്ളവൻ ഏറെ സംസ്കാരശൂന്യമായി പെരുമാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞു, വിദ്യാഭ്യാസത്തിലൂടെ സംസ്കരിക്കപ്പെടുകയും ഭൗതിക ശ്രേഷ്ഠതയോടൊപ്പം ധാർമ്മിക ശ്രേഷ്ഠതയും നമ്മൾ കൈവരിക്കണം. പല വിധത്തിലുള്ള ലഹരിയുടെയും മറ്റും ദൂഷിത വലയങ്ങൾ നമ്മുടെ സംസ്ഥാനത്തടക്കം പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ പ്രിയപ്പെട്ട കുട്ടികളെ, ജാഗ്രതയോടുകൂടി നിങ്ങൾ ശ്രദ്ധയോടുകൂടി നീങ്ങണം. നിങ്ങളാരും ബോധപൂർവം അത്തരം മാഫിയകളുടെ കെണികളിൽ ചെന്ന് വീഴില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷേ ശ്രദ്ധ വേണം, ജാഗ്രത വേണം. അതോടൊപ്പം നമ്മൾ മലയാളികളാണ്, നമ്മൾ കേരളീയരാണ്, നമ്മൾ വിവിധ മതവിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്നവരാണ്. ആ ദർശനങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞ ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകളെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. മുതിർന്നവരെ ബഹുമാനിക്കാനും താഴെയുള്ളവരോട് കരുണ കാണിക്കാനും പരസ്പരമുള്ള സൗഹൃദവും സഹവർത്തിത്വവും നിലനിർത്താനും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട്, ഏറെ പ്രയാസം അനുഭവിക്കുന്നവരോട് ചേർന്ന് നിൽക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയണം. അപ്പോഴാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം കൂടുതൽ സാർത്ഥകമാകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ വിജയികൾക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ MLA PK നവാസ് സംഘടിപ്പിച്ച ഈ എക്സലൻസ് സമ്മിറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.